രാത്രിയിൽ എന്ത് ഡിന്നർ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാണ് മനസ്സിലായത് പാനിപ്പൂരി ഉണ്ടാക്കിയാലോ. വീട്ടിൽ പാനിപ്പൂരി ഇരിപ്പുണ്ടല്ലോ. സോ ഹിയർ വി ഗോ. പാനിപ്പൂരി കം ഗോൾഗപ്പ ഇന്ന് രാത്രിയിലത്തെ ഡിന്നർ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ കുട്ടി വ്ളോഗിലേക്ക്. നോർത്ത് ഇന്ത്യയിൽ പല വെറൈറ്റിയിലെ പാനിപ്പൂരിയാണ് കിട്ടാറുള്ളത്. പല രീതിയിലാണ് പല വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. സോ ഇതെൻ്റെ ഒരു രീതിയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇവിടെ. സോ അതിന് വേണ്ടി കുറച്ച് മസൂർ ദാൽ എടുത്ത് കഴുകി അതിനകത്ത് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിൽ 2 വിസിലടിപ്പിക്കുക. 2 വിസിലടിച്ച് കഴിഞ്ഞ് കുക്കർ ഓഫാക്കി ഇടുക സ്റ്റവ്. എന്നിട്ട് പ്രഷർ തന്നെ പോയി കഴിഞ്ഞിട്ട് കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഒരു 4-5 പൊട്ടാറ്റോ എടുത്ത് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് പ്രഷർ കുക്ക് ചെയ്യുക. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പ്രഷർ കുക്ക് ചെയ്യുക. ഒരു 3-4 വിസിലടിപ്പിക്കുക. എന്നിട്ട് അത് ഓഫാക്കി ഇടുക. ഇതാണ് ഷെയറിട്ടിൻ്റെ പാനിപ്പൂരി. ഫുച്ക എന്ന് പറഞ്ഞാണ് അതിൻ്റെ പേര്. പുതിന ഫ്ലേവർ 2 സാഷേ അതിനകത്തുണ്ട്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില കഴുകിയെടുത്ത് ഒരു 4-5 പച്ചമുളക്, ഒരിത്തിരി ശർക്കര, ബ്ലാക്ക് സോൾട്ട്, പിന്നെ കുറച്ച് നാരങ്ങ നീര്, പിന്നെ കുറച്ച് ആംചൂർ പൗഡർ 1 സ്പൂൺ, പിന്നെ 1 സ്പൂൺ ചാട്ട് മസാല. അത് കഴിഞ്ഞിട്ട് പുതിന ഫ്ലേവറിൻ്റെ 2 സാഷേ നമ്മൾ പാനിപ്പൂരിയുടെ ബോക്സിനകത്തുണ്ട്. അതിലൊരു സാഷേ നമ്മൾ പൊട്ടിച്ച് നമ്മുടെ ഈ മിക്സിൻ്റെ കൂടി ഇടുക. പിന്നെ കുറച്ച് ടാമറിൻ സോസ്, മാഗി മസാലയുടെ ടാമറിൻ സോസ് ഉണ്ട്. അതൊരു 2-3 ഡ്രോപ്പ് ഇടുക. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഇടണം. അത് കഴിഞ്ഞ് മാഗി മസാലയുടെ സെയിം ബ്രാൻഡിൻ്റെ മസാല ചില്ലി സോസ് അതും കൂടെ കുറച്ച് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഒഴിക്കുക. പിന്നെ ഈ കൂട്ടെല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോയും 3 വിസിൽ അടിച്ച് ആയിക്കഴിഞ്ഞു. ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് പേസ്റ്റ് എടുത്ത് മാറ്റി ഫ്രീസറിൽ വെക്കും പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് മിക്സിയും കൂടെ ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക. ഇവിടെ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പൊട്ടാറ്റോയ്ക്കകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചാട്ട് മസാല, പിന്നെ കുറച്ച് ആംചൂർ പൗഡർ, പിന്നെ കുറച്ച് ഉള്ളി, ചെറുതായി അരിഞ്ഞ ഉള്ളി അതിനകത്ത് ഇടുക. കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില. ഇതെല്ലാം കൂടെ നമ്മൾ മാഷ് ചെയ്യുക. ഉപ്പ് ഓൾറെഡി നമ്മൾ പൊട്ടാറ്റോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് ഉപ്പിട്ടാൽ മതി. നന്നായിട്ട് മാഷ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കുക. സോ ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണേൽ തക്കാളിക്കയും അരിയാം. ആൻഡ് നോർത്ത് ഇന്ത്യയിൽ സാധാരണ ഇതിൻ്റെ കൂടെ കടല, കാബുലി ചന അതും ബോയിൽ ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ പാനിക്കകത്ത് വേണമെങ്കിൽ ചെറിയ ബൂന്തി കിട്ടും, അതും അതിനകത്ത് ഇടാം. സോ ഇവിടെ മോമോ റെഡിയാണ് ഞങ്ങളുടെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി. അവന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പൊട്ടാറ്റോ കൊടുക്കാറുണ്ട്, ദാലും കൊടുക്കാറുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് പൂരി ഞാൻ ഉണ്ടാക്കുന്നത് അപ്പ്ഡൂസിന് വേണ്ടി, ദാറ്റ് ഈസ് ധ്രുവയ്ക്ക് വേണ്ടി. പൊട്ടാറ്റോ ഫില്ല് ചെയ്യുക, കുറച്ച് ദാൽ അതിനകത്ത് ഇടുക, കുറച്ച് ഉള്ളി അതിനകത്ത് ഇടുക. വേണേൽ അതിൻ്റെ പുറത്ത് സേവും ഇടാം, നംകീൻ, ആൻഡ് കുറച്ച് പാനിപ്പൂരിയുടെ പാനി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പാനിപ്പൂരി ഗാഥ. അങ്ങനെ ഇന്നത്തെ ഡിന്നർ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനെയുണ്ടായിരുന്നെന്ന്.
ഇവിടെ മോമോയും ധ്രുവയും ഉറങ്ങാൻ കിടന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.